നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാന്തോട്ടിൽ അകപ്പെട്ട ജോയിയെ കാണാതായ 46 മണിക്കൂർ രക്ഷാപ്രവർത്തനത്തിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ. മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടിൽ നിന്നും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മേയർ. കേരള ഫയർ ആൻഡ് സേഫ്റ്റി, സ്ക്യൂബ ഡൈവേഴ്സ്, നഗരസഭയിലെ ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്കാണ് മേയർ നന്ദി പറഞ്ഞത്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പൂർണ്ണമായും ജോയിയെ നഷ്ടപ്പെട്ട സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും മേയർ ചൂണ്ടിക്കാണിച്ചു. മന്ത്രി വി ശിവൻകുട്ടി, MLA CK ഹരീന്ദ്രനാഥ് അടക്കമുള്ളവർ രംഗത്തു വന്നിരുന്നുവെന്നും മേയർ ചൂണ്ടിക്കാണിച്ചു. മന്ത്രി GR അനിൽ അടക്കമുള്ളവരെയും മേയർ എടുത്തു പറഞ്ഞു. മാത്രമല്ല, മുഖ്യമന്ത്രിയെയും പരാമർശിച്ചിരിക്കുകയാണ് മേയർ. മുഖ്യമന്ത്രി പലതവണ ഈ വിഷയത്തിൽ തന്നെ നേരിട്ട് വിളിച്ച് ഇടപെട്ടുവെന്നും മാത്രമല്ല, മുഖ്യമന്ത്രി നേരിട്ടും അദ്ദേഹത്തിന്റെ ഓഫീസും നിരന്തരമായി ഈ വിഷയം സംബന്ധിച്ച് അടിയന്തരമായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നുവെന്നും മേയർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ വകുപ്പ് മന്ത്രിമാരും ഓരോ ആളുകളെയും വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നും മേയർ പറഞ്ഞു. എല്ലാവരും ചേർന്നുകൊണ്ടുള്ള തിരച്ചിൽ പ്രവർത്തനമാണ് നടന്നതെന്നും മേയർ പ്രതികരിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്നും മാത്രമല്ല, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ജനങ്ങൾക്ക് മാധ്യമങ്ങൾ ബോധവൽക്കരണം നൽകണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും ചെയ്യുന്നത് പോലെ തന്നെ മാധ്യമങ്ങളും പൊതുജനങ്ങൾക്ക് അവബോധമുണ്ടാക്കാൻ ശ്രമിക്കണമെന്നും മേയർ വ്യക്തമാക്കി. അതേസമയം മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യം, ആ ചോദ്യത്തിൽ നിന്നും മേയർ ഒഴിഞ്ഞു മാറാനും മാത്രമല്ല റെയിൽവേ വീണ്ടും കുറ്റപ്പെടുത്താനും ശ്രമിച്ചു. അതായത് യാതൊരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ ഇത്തരത്തിൽ തൊഴിലാളികളെ ഇറക്കി എന്ന ഒരു ആരോപണം, ആ ആരോപണത്തിൽ നിന്നും ഒളിച്ചോടാനാണ് മേയർ ശ്രമിച്ചത്. ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ല, ഇപ്പോൾ മറുപടി പറയേണ്ട സാഹചര്യമല്ല. മാത്രമല്ല, ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു മറുപടി. മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ആ വിവരങ്ങളുടെ വിശദാംശങ്ങൾ നൽകുമെന്നും മേയർ വ്യക്തമാക്കി. അതേസമയം ഈ ഒരു സന്ദർഭത്തിൽ MLA CK ഹരീന്ദ്രനാഥ് ഇടപെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു സമയത്ത് പരസ്പരം പഴിചാരുകയല്ല വേണ്ടത്. ഒരു ദുരന്തം നമുക്ക് മുൻപിൽ ഉണ്ടായി, നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അദ്ദേഹം പ്രതികരിച്ചത്. അതേസമയം ഇന്ത്യൻ റെയിൽവേ കുറ്റപ്പെടുത്തി മന്ത്രി വി ശിവൻകുട്ടി. മരണത്തിന് ഉത്തരവാദി ഇന്ത്യൻ റെയിൽവേ എന്ന് മന്ത്രി പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട് കടന്നു പോകുന്നത് റെയിൽവേ ലൈനുകൾക്കിടയിലൂടെയാണെന്നും റെയിൽവേ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. 1995 താൻ തിരുവനന്തപുരം മേയറായിരുന്നപ്പോൾ ശ്രമിച്ചതാണ്, അവർ സമ്മതിച്ചില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. ട്രെയിനിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും ആമയിഴഞ്ചാൻ തോട്ടിലാണ് നിക്ഷേപിക്കുന്നത്. പരമാവധി നഷ്ടപരിഹാരം റെയിൽവേ ജോയിയുടെ കുടുംബത്തിന് നൽകണം. മാലിന്യം നീക്കം ചെയ്യാനുള്ള മറുപടി റെയിൽവേ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പ്രസംഗങ്ങൾ ഉദ്ധരിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സംസാരിക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് ബുധനാഴ്ച ക്യാബിനറ്റ് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പ്രതിപക്ഷം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കൊണ്ടുവന്നപ്പോൾ സർക്കാർ പരിഹസിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്തെ ആരോഗ്യരംഗം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയും ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സ്വമേധയാ ഹർജി സ്വീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഹർജി വൈകിട്ട് 4-ന് പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.